നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ 7 മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. ഓൺലൈൻ വഴി സമാന്തര ലോട്ടറി കച്ചവടം നടത്തിയ സ്ത്രീയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശിനി സാജിദയെയാണ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം. കിഫ്ബി അപ്രൈസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അടുത്ത മാസം അവലോകന യോഗം ചേരും. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ സെഷൻസ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ സാക്ഷികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കാലടി സ്വദേശിനി ലിവിയ ജോസും തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസുമാണ് കേസിലെ പ്രതികൾ. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസും സുഹൃത്തായ നാരായണദാസും ചേർന്നാണ് ബംഗളൂരുവിൽ നിന്ന് വ്യാജ ലഹരി സ്റ്റാമ്പ് കൈക്കലാക്കി ഷീല സണ്ണിയുടെ ബാഗിൽ വെച്ചത്. ലിവിയെ സ്വഭാവദൂഷ്യം ആരോപിച്ചതിന്റെ വൈരാഗ്യമായിരുന്നു ഷീല സണ്ണിയെ ലഹരി കേസിൽ കൊടുക്കാനുള്ള കാരണം. ലഹരി സ്റ്റാമ്പ് വ്യാജമായതോടെ കേസ് പൊളിയുകയായിരുന്നു. 2021 മാർച്ച് 27-നാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിലെ ബാഗിൽ നിന്നും LSD സ്റ്റാമ്പുകൾ എന്ന് പറയുന്ന വസ്തുക്കൾ പിടികൂടിയത്. തുടർന്ന് 72 ദിവസം ഷീല സണ്ണി ജയിലിലാവുകയും ചെയ്തു. പിന്നീട് നടത്തിയ രാസപരിശോധനയിൽ വ്യാജ ലഹരിയാണെന്ന് വ്യക്തമായതോടെ ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഷീല സണ്ണിയുടെ വാഹനത്തിൽ ലഹരിമരുന്ന് വെച്ച ശേഷം അക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസ് ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ലിവിയയിലേക്ക് എത്തുന്നത്. ലിവിയയുടെ നിർദ്ദേശപ്രകാരമാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ LSD സ്റ്റാമ്പ് വെച്ചതെന്ന് നാരായണദാസ് പോലീസിന് മൊഴി നൽകിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. മണ്ണുത്തി പാലക്കാട് ദേശീയപാത 7 മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. പുലർച്ചെ 4 മുതൽ ആണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡ് തകർന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതക്കുരുക്കിന് അയവ് വന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സ്വകാര്യ ബസ്സുകൾ പീച്ചി മലയോരപാത വഴിയാണ് മണ്ണുത്തിയിലെത്തിയത്. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക്, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ടാർ ചെയ്യാത്തത് മൂലമുള്ള ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി J. കോടകണ്ടത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. സേവ് കൊരട്ടി ചെയർമാൻ തോമസ് നാൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. യൂജിൻ മൊറേലി, ലീല സുബ്രഹ്മണ്യൻ, ഡെന്നിസ് K. ആന്റണി, അഡ്വക്കേറ്റ് KR സുമേഷ്, ഫാദർ ലിജോ കുരിയാടൻ, ഷിഹാബ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ റിയാസ് എത്ര തവണ ഈ വഴിയിലൂടെ കടന്നുപോയി? ഒരു തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വിളിക്കാനോ? ഓൺലൈൻ വഴി സമാന്തര ലോട്ടറി കച്ചവടം നടത്തിയ സ്ത്രീയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശിനി പുത്തൻ വീട്ടിൽ സാജിദയെയാണ് അന്തിക്കാട് SHO AS സരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സാജിദയുടെ ഫോണിൽ വാട്സപ്പിൽ അനധികൃത ലോട്ടറി ഗ്രൂപ്പുകൾ കണ്ടെത്തി. 100 കണക്കിന് ആളുകൾ അംഗങ്ങളായിരുന്ന നിരവധി ഗ്രൂപ്പുകളിൽ അഡ്മിനായും മെമ്പറായും സാജിദ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ മൊബൈൽ ഫോൺ, 3 ബാങ്ക് അക്കൌണ്ടുകളുടെ പാസ്ബുക്കുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ DPR പരിശോധനയ്ക്കായി കിഫ്ബി അപ്രൈസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരും. പ്രോജക്ട് മാനേജർ T. രാജീവൻ, റിസോഴ്സ് പേഴ്സൺ K. ഹൈദ്രു, പ്രോജക്ട് എഞ്ചിനീയർ KK സലീൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI സജിത്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് പരിശോധിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കിയ 223 കോടി രൂപയുടെ DPR കിഫ്ബിയുടെ പരിഗണനയിലാണ്.
ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് കേരയിൽ തയ്യാറാക്കിയ 27.6 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും ധനാനുമതി ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കും. അലൈൻമെന്റ് പ്രദേശങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അവലോകന യോഗം ചേരും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തയിലേക്ക്. SN പുരം ആലയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മദ്രസ അധ്യാപകൻ മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി പടിയത്ത് കർക്കിടകവള്ളിയിൽ മുഹമ്മദ് മുസ്ലിയാറാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. കട്ടൻ ബസാറിൽ മദ്രസ അധ്യാപകനായിരുന്നു. പുള്ള് കോൾപ്പടവ് ടൂറിസം സെന്റർ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. പുള്ള് ഗ്രാമത്തിന്റെ സൗന്ദര്യം ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ 82.66 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ AG ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ശിലാസ്ഥാപനം എടക്കഴിയൂരിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതികളാണ് മത്സ്യഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ്, വാർഡ് മെമ്പർ MK അറഫത്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ഞായറാഴ്ച വിവാഹത്തിരക്കേറും. ശനിയാഴ്ച വൈകിട്ട് 5 വരെ 225 വിവാഹങ്ങൾ ഷീട്ടാക്കി. ഞായറാഴ്ചയും ഷീട്ടാക്കാൻ അവസരമുള്ളതിനാൽ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിൽ മുഹൂർത്തം കൂടുതലുള്ള ദിവസമായതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. പുലർച്ചെ 5 മുതൽ വിവാഹങ്ങൾ ആരംഭിക്കും. തിരക്ക് ബാധിക്കാതെ വിവാഹങ്ങൾ നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രനഗരിയിൽ പൂർണ്ണമായും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതായി ടെമ്പിൾ പോലീസ് അറിയിച്ചു. ചാവക്കാട് നഗരത്തിൽ വീണ്ടും അപകടം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ബൈക്ക് യാത്രികനായ പുന്ന സ്വദേശി സുനിൽ ആണ് രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുമ്പ് നഗരത്തിൽ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അപകടത്തെ തുടർന്ന് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ചേറ്റുവ റോഡിൽ നിന്നും ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയിൽ സംഘപരിവാർ അനുകൂല പാനലിന് ഭൂരിപക്ഷം. സംഘപരിവാർ പാനലിൽ ഉൾപ്പെട്ട 12 പേർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷ പിന്തുണയുള്ള 7 പേരും വിജയിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ, ദേവസ്വം മാനേജർ എന്നിവരുൾപ്പെടെ 21 അംഗങ്ങളാണ് ഉപദേശക സമിതിയിലുള്ളത്.
ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുതിയ മാനദണ്ഡങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. തിരുവഞ്ചിക്കുളം ശ്രീപാർവതി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ ബിജെപി LDF നേതാക്കൾ തമ്മിൽ തർക്കം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സംഘം ക്യാമ്പ് ചെയ്തിരുന്നു. തൃപ്രയാറിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി വിയത്ത് വീട്ടിൽ സെമീം, കരുവന്നൂർ പുത്തൻതോട് സ്വദേശി പേയിൽ വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ എബിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്ന് 2 പേരെ MDMA-യുമായി അറസ്റ്റ് ചെയ്തു. എറണാകുളം സ്വദേശികളായ മിബിൻ, മനു ഗോഡ്വിൻ എന്നിവരാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 15.25 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SI പ്രദീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എടക്കഴിയൂരിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കാജ കമ്പനിക്ക് പടിഞ്ഞാറ് തയ്യിൽ കുഞ്ഞുമോൻ മകൻ 59 വയസ്സുള്ള നൂറുദ്ദീനാണ് മരിച്ചത്. വള്ളം കരയ്ക്കടുപ്പിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരവൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൂർക്ക വിളവെടുപ്പ് തുടങ്ങി. വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്കയ്ക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും വൻ ഡിമാൻഡാണ്. മണ്ണിന്റെ സവിശേഷതയും ജൈവ കൃഷി രീതിയുമാണ് വരവൂരിന്റെ കൂർക്കയ്ക്ക് ആവശ്യക്കാർ കൂടുന്നത്. വരവൂരിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. 10 ഏക്കറിൽ വരെ കൃഷി ചെയ്ത കർഷകരുമുണ്ട്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തുമാണ് കൃഷി ചെയ്യുന്നത്. സീസണിൽ ദിവസവും 5 മുതൽ 10 ലോഡ് വരെ കയറ്റുമതിയുണ്ട്. കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ 130 മുതൽ 150 വരെ വിലയുണ്ട്. കൂർക്ക കട്ട്ലറ്റുകളും കൂർക്ക പപ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ്. 1 ഏക്കറിൽ നിന്നും കൃഷിച്ചെലവ് കഴിഞ്ഞ് 1/2 ലക്ഷം രൂപ വരെ കർഷകന് ലഭിക്കും. നല്ല വിലയുള്ള സീസണിൽ ഇത് 1 ലക്ഷം രൂപ വരെയാകും. കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ഓണനാളുകളിൽ 3 ദിവസത്തെ കൂർക്കച്ചന്തയും നടത്താറുണ്ട്. TCV എരുമപ്പെട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലിരിക്കാൻ വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചെറുതുരുത്തി നെടുമ്പുരയിൽ ഓടിക്കൊണ്ടിരുന്ന മുച്ചക്ര സ്കൂട്ടർ കത്തി. ഭിന്നശേഷിക്കാരനായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൈങ്കുളം ആലുംകുന്നിന് സമീപം താമസിക്കുന്ന പള്ളത്തി വീട്ടിൽ പരീദും സഹോദരി സഫിയയും മുച്ചക്ര വാഹനത്തിൽ പോകുന്നതിനിടെയായിരുന്നു സംഭവം. പുക ഉയരുന്നത് കണ്ട സഹോദരി വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ പരീദിനെ താഴേക്ക് ഇറക്കുകയുമായിരുന്നു. പെരിഞ്ഞനത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പഞ്ചാരവളപ്പ് ദേശീയപാത മേൽപ്പാലത്തിനടിയിൽ നിന്നാണ് 60 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. CPMന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി അഴീക്കോട് നിർമ്മിച്ച 4ാമത് വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. അഞ്ചലശ്ശേരി ലാലുവിന്റെ ഭാര്യ രജനിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. അഴീക്കോട് ലോക്കൽ സെക്രട്ടറി KA മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിസന്ധിയെ നേരിട്ട ശ്രീമതി രജനിയുടെ കുടുംബത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ KR ജൈത്രൻ, PN വിനയചന്ദ്രൻ, ചന്ദ്രൻ കളരിക്കൽ, ബീന ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ അന്വേഷകരാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഞങ്ങൾ നഗരസഭ ആലോചിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണെന്ന് ബെന്നി ബെഹന്നാൻ MP പറഞ്ഞു. KPCCയുടെ ഗൃഹസമ്പർക്ക പരിപാടി മതിലകം പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PA റാഫി അധ്യക്ഷത വഹിച്ചു. CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, TS ശശി, KY ഷക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ സന്തോഷത്തെ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 7, 8 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 1 കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് കൊടിയേറ്റം നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മെത്രാപ്പൊലിത്തമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 3 കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി CI റിജി, സെക്രട്ടറി KS ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. NSS പൂങ്കുന്നം ഈസ്റ്റ് കരയോഗം ഓണാഘോഷം സംഘടിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് A സുരേശൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി K രഞ്ജിത്ത് മേനോൻ, K കൃഷ്ണകുമാർ, ദേവി ഗോപിനാഥ്, ഡോക്ടർ P ഗീത, അംബിക ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു.
പറപ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് റീത്ത തോമസ് അധ്യക്ഷത വഹിച്ചു. തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ, കസേരക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ പി ജോണി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ, വനിതാ വിംഗ് സെക്രട്ടറി വിജി വിൽസൺ, ഏകോപന സമിതി സെക്രട്ടറി ജിൻജോ തോമസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സെനിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷി സംയുക്ത കൂട്ടായ്മയുടെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ബാബുരാജ് പത്തനംതിട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി അനിൽ മതിലകത്തെയും സെക്രട്ടറിയായി സുരേഷ് പൂങ്ങത്തെയും ട്രഷററായി സന്ധ്യയെയും തെരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ നെട്ടിശ്ശേരി ഡിവിഷൻ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും രാജ്കുമാർ ഓർഗനൈസേഷൻ ഹെർബ ലൈഫിന്റെ സഹകരണത്തോടെ മണ്ണുത്തി അങ്കണവാടിയിൽ നടന്നു. കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും നിർവഹിച്ചു. ഹെർബ ലൈഫ് സാരഥി രാജ്കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഹെർബ ലൈഫിന്റെ നേതൃത്വത്തിൽ 1000 രൂപ വില വരുന്ന 100-ലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഹെർബ ലൈഫ് സീനിയർ വെൽനസ് കോച്ചുമാരായ കവിത രാജ്കുമാർ, സജീവ് കുമാർ, പ്രവീണ, സുനിൽ കുമാർ, സബിത, ഷരീഫ് സോഫിയ, മുൻ കൌൺസിലർ MR റോസ്ലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആരോഗ്യ സംരക്ഷണ രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത സ്ഥാപനമാണ് ഹെർബ ലൈഫ്. ന്യൂട്രീഷൻ, വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, ഹെൽത്തി സ്കിൻ, ചൈൽഡ് ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റിംഗ്, കലോറി മാനേജ്മെന്റ് തുടങ്ങിയവയെല്ലാം ഹെർബ ലൈഫ് ന്യൂട്രീഷൻ സെന്ററിന്റെ പ്രത്യേകതകളാണ്. ആരോഗ്യമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാനും ശാസ്ത്രീയവും പോഷണ സമൃദ്ധവുമായ ഭക്ഷണശീലങ്ങളിലൂടെ അമിതവണ്ണം കുറച്ച് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുവാനും ഹെർബ ലൈഫ് ന്യൂട്രീഷൻ സെന്ററുകൾ സഹായിക്കുന്നു. വാഹനമിടിച്ച് പരിക്കേറ്റ് റോഡരികിൽ മൃതപ്രായമായി കിടന്ന മരപ്പട്ടിക്ക് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ രക്ഷകനായി. തൊഴിയൂരിലാണ് മരപ്പട്ടിയെ വാഹനമിടിച്ച് അവശനിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പ്രബീഷും പ്രകൃതി സംരക്ഷണ പ്രവർത്തകൻ ഷമീർ തൊഴിയൂരും സ്ഥലത്തെത്തി. ഇവർ ചേർന്ന് മരപ്പട്ടിയെ പൂക്കോട് മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. മരുന്നും ഭക്ഷണവും ലഭിച്ചതോടെ ഉന്മേഷവാനായ മരപ്പട്ടിയെ എരുമപ്പെട്ടി വനം വകുപ്പിന് കൈമാറി. സംസ്ഥാനത്ത് ഞായറാഴ്ച റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം ഇതുവരെ 82% ഗുണഭോക്താക്കൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സെപ്റ്റംബർ 4-ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഒല്ലൂക്കര വിക്ടറി ITI ഓണാഘോഷം സംഘടിപ്പിച്ചു. മണ്ണുത്തി സർക്കിൾ ഇൻസ്പെക്ടർ KG ബൈജു ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, ചലച്ചിത്ര താരങ്ങളായ നന്ദകിഷോർ, ബാലസുബ്രഹ്മണ്യം, പ്രിൻസിപ്പൽ PV ചിത്രാംഗതൻ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ പൂക്കള മത്സരവും മറ്റ് കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. 14 പൂക്കളങ്ങളും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് മനസ്സിൽ ഏറ്റവും വലുത് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു. അധ്യാപക അനധ്യാപകരുടെ കേരളീയ വസ്ത്രങ്ങളിലുള്ള റാം വാക്കും ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കുന്നംകുളം മേഖലാ സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഉച്ചയ്ക്ക് 2-ന് തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ ശിവശക്തി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി. സോമശേഖരൻ, കെ.വി. രാമകൃഷ്ണൻ, എ.ആർ. സുനീഷ്, എ. ശങ്കരനാരായണൻ, പി.എ. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെരുന്നാളിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥന, 3 കുർബാന, ധ്യാനം, വചനസന്ദേശം എന്നിവ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി സി.യു. ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ തിരൂർ സെന്റ് തോമസ് എൽ.പി. സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫാദർ ജോമോൻ താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മെറീന ബാബു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക എം.പി. മേഴ്സി, പി.ടി.എ. പ്രസിഡന്റ് ലിമേഷ്, എം.പി.ടി.എ. പ്രസിഡന്റ് സത്യ, സ്റ്റാഫ് പ്രതിനിധി മൂളി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം കെ.പി. അജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം.ആർ. മിനി അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രവർമ്മ, സുധീർ മേലേപ്പാട്ട്, സത്യധർമ്മനടികൾ, മഹാദേവൻ തിരുവഞ്ചിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന ഓണാവധിക്കാല ക്യാമ്പ് തുടങ്ങി. വെള്ളിക്കുളങ്ങര എസ്.എച്ച്ഒ കെ. കൃഷ്ണൻ പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ. പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, സീനിയർ അധ്യാപിക കെ.ജി. ഗീത തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ വിദ്യാലയത്തിന്റെ പി.ടി.എ. പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെ ചടങ്ങിൽ ആദരിച്ചു. 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ മത്സരിക്കുകയാണെന്ന് കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ കുറ്റപ്പെടുത്തി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നടത്തിയ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് പ്രസിഡന്റ് സലിം കൈപ്പമംഗലം അധ്യക്ഷത വഹിച്ചു. ഡി.സി.സി. സെക്രട്ടറി ടി.എം. നാസർ, പി.എസ്. മുജീബ് റഹ്മാൻ, സി.പി. തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് അധ്യക്ഷൻ ശ്രീ സലീമുദ്ദീനെ സ്വാഗതം ആശംസിക്കുന്നു. മുന്നേ ടി.എൻ. പ്രതാപൻ നമ്മുടെ അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്തിക്കാനുള്ള ജനങ്ങളിലേക്ക് ഓണക്കെറ്റ് ധർമ്മയിൽ മുഖ്യ അതിഥി KCF-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം താലൂക്ക് സെക്രട്ടറി സാദിഖ് രാജേന്ദ്രൻ. മൂന്നുമുറി പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ തോമസ് വെള്ളക്കനാടൻ, സഹവികാരി ഫാദർ ജേസൺ ചൊവ്വല്ലൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. KSFE ഈ നാടിന്റെ ധൈര്യം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്.
മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ 7 മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. ഓൺലൈൻ വഴി സമാന്തര ലോട്ടറി കച്ചവടം നടത്തിയ സ്ത്രീയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശിനി സാജിദയെയാണ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം കിഫ്ബി അപ്രസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അടുത്ത മാസം അവലോകന യോഗം ചേരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.